ബാക്കിൽ ഇവിടെ നിന്ന് നോക്കി കണ്ട ഇത് കണ്ടോ കൊലയാടി മോനെ കേറട്ടെ. നിങ്ങൾ ഈ മെക്കയ്ക്ക് വീഡിയോ കണ്ട ക്വാളിറ്റി അല്ല, വീഡിയോ കണ്ട ഹൈറ്റും അല്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഒരു ക്യാരക്ടർ കണ്ട, ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ഇത്രേ ഉള്ളൂ. ഇതൊരു ബീസ്റ്റ്. ഈ വണ്ടി നിങ്ങളെ വെട്ടത്തിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഈ വണ്ടിയുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എടാ ഒന്ന് കണ്ണാപ്പി ഒന്ന് ഇറങ്ങിയടാ, ഒന്ന് ഇറങ്ങിയടാ. ഇന്റീരിയർ നോക്കണം, സ്റ്റിയറിംഗ് വീൽ എല്ലാം. ഇതിന്റെ ഇന്റീരിയർ കസ്റ്റം ചെയ്തതാണ്. ഇത് ഫുള്ളി എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ RPM കൊടുക്കുന്നതിനനുസരിച്ച് RPM മീറ്റർ ഓടുന്നുണ്ടോ? വണ്ടിയുടെ ലുക്ക് പിന്നെ ഇതൊന്ന് ബാക്കിൽ ഇവിടെ നിന്ന് നോക്കി കണ്ട ഇത് കണ്ടോ പൊന്നോ. ഇനി ടർഫൊക്കെ ഒരു പിടിയുണ്ടല്ലേ? അല്ല അല്ല ഇവിടെ കണ്ടിട്ടില്ല അത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് പോലെയാണ്, ഒരു വണ്ടിയാണ് ഇത് ആക്ച്വലി. പുള്ളി ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് 3D ഇതൊക്കെ കേൾക്കാൻ താല്പര്യം പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് ലൈവില്. അതിനിപ്പം താല്പര്യമുള്ള ഗെയിം അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിയണം. കാരണം നമ്മൾ കുറെ വണ്ടി ഇറക്കുന്നു, അത് ആൾക്കാർ ലീക്ക് ആവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇവനൊക്കെ ഒരു ഗെയിം അല്ലേ, ഒരു ഗെയിമിലെ കാറല്ലേ, ഒരു ടോയ് അല്ലേ എന്നൊക്കെ പറയും കുറെ പേര്. പക്ഷെ ഇതിന്റെ പുറയിലുള്ള എഫേർട്ടും പുറയിലുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അതെന്തായാലും ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ലൈവിൽ. പുള്ളിക്ക് ആ ഒരു സ്പേസും. പക്ഷെ ഞാനിത് പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാ ബ്രോ ഞാനിത് ലൈവില് ഞാനിത് കാണിച്ചു തരാം, ഞാനിത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും, അപ്പോൾ ബ്രോയ്ക്ക് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക ഈകളെ ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ അവസാനത്തെ വണ്ടി ചെയ്യണത്, ഇനിയൊരു വണ്ടി ചെയ്യുന്നില്ലെന്ന്. എനിക്ക് ഇത് ശരിക്കും പുള്ളി പാഷന്റെ പുറത്ത് അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്ക് തിരിക്കുമ്പോഴാണ് സൈസ് മനസ്സിലാവണേ അല്ലേ? ഇത് ദൂരെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, ഇത് ഒരു 2 പേര് 3 പേരൊക്കെ ഈ വണ്ടി കൊണ്ട് കുത്തി അവന്മാര് പേടിച്ച് മുള്ളും. അവന്മാര് ഈ വണ്ടി ദൂരെ നിന്ന് ഓടി വരുന്ന കാണുമ്പോ തന്നെ പേടിയായി പോകും അവന്മാർക്ക്. നോക്കി ഇത് കണ്ട ഫ്ലോർ താത്ത അടുത്ത എങ്ങോട്ടാ? ഇങ്ങോട്ട് നമ്മള് കൂടിയിരിക്കുന്ന സ്ഥലത്തോ ഇറങ്ങട്ടെ. അയ്യോ അത് ഇതിന് ഒരു മക്ലാരൻ ടച്ച് ഉണ്ടല്ലേ? നോക്കി ആ വണ്ടി കേറല്ലേ? എടാ ഈ ഇവിടെ നിൽക്കാൻ വണ്ടി കേറല്ലേ? ഈ വണ്ടിയില് നീ മോളിക്കണ ഇത്
ഇത് P6ന്റെ ഒരു ഇതുണ്ട്. വേറെ കാര്യം പറയാം guys. ഈ വണ്ടി നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു നമ്മുടെ ഷിൻ ഗോഡ്സിലയുടെ ഒരു ലോഡ് വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഗോഡ്സില എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രോപ്പർ ഞങ്ങളുടെ ഗോഡ്സില. മറ്റേത് മെക്ക. ആൻഡ് ഇത് ഷിൻ ഗോഡ്സില എന്ന് പറയുന്ന വണ്ടി പണിയുമ്പം എല്ലാവർക്കും പ്രശ്നം പറ്റുന്ന എവിടെയാണെന്ന് അറിയാമോ? ഒരു വണ്ടിയുടെ ഏറ്റവും ഭംഗി അതിന്റെ പുറയുന്ന. കാരണം നമ്മൾ എപ്പോഴും കാണാൻ പോകുന്നത് അതിന്റെ പുറയില്ല. എല്ലാ ഡിസൈനേഴ്സിനും വരുന്നൊരു പ്രശ്നമാണ് അതിന്റെ ബാക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങള് പക്ഷേ എന്റെ അമ്മ മറ്റൊരു വിഷയം ഇത് നിങ്ങളെ വെളിയിലെടുത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ ലൈറ്റിൽ കാണുന്നതല്ലേ ഇത്? ഞാൻ വെളിയിലെടുത്ത് അടുത്ത വണ്ടിയുടെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ നിങ്ങൾ? ഇതിന്റെ ബാക്ക് സൈഡ് നോക്ക്, കണ്ട ഇത് ആ എഞ്ചിൻ ഇരുന്ന് കണ്ട നിങ്ങള്? എഞ്ചിൻ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യണം. മറ്റേ ഇത് സൈലൻസർ ഇതാണോ? രണ്ട് വണ്ടിയെ പറ്റുള്ളൂ ബ്രോ. നമ്മൾ മാറി മാറി കയറ്റിക്കോളാം. വീക്കിലി ഞങ്ങൾ മാറി മാറി കയറ്റിക്കോളും. അത് പുറത്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പുറത്ത് അത്രേ ഉള്ളൂ. വുഡിയില് പറഞ്ഞില്ല വലിയ മാറ്റം വരുത്തിട്ടില്ല കേസ്. നമ്മള് വുഡിയില് നമുക്ക് കളർ കൺഫ്യൂഷൻസ് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നണേ. കളർ പാറ്റേൺ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് മസ്ജിദ് RX-7. എനിക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. എടാ എന്നാലും ഏതൊക്കെ ഇനി റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് റിയൽ ലൈഫ് വണ്ടികളല്ലടാ അതൊക്കെ. നമ്മള് ശരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരുമല്ലേ. പുള്ളി അത് പണിതെടുത്താന്ന് പറയുമ്പോ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായത്? നിങ്ങളെ വെളിയിൽ ഈ വണ്ടി കാണിച്ചു തരാം. എടാ ഒരു ഇതോട്ടില്ലേ അതോടെ കണ്ടിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വെളിയിൽ കാണിക്കണം എനിക്ക് എല്ലാരും. എടാ അടുത്ത വണ്ടി എവിടെ ലാസ്റ്റ്? തന്നെയാണല്ലോ, അങ്ങനെ തന്നെ വെച്ചേക്കുമല്ലേ? ഓക്കെ. പക്ഷെ ഇതിന്റെ ലിവറി മാറി കിടക്കുവാണല്ലോടാ ഈ ഷിൻ ഗോഡ്സിലടാ. ഇല്ല അത് അണ്ണന്റെ ഓക്കെ. അപ്പൊ നമുക്ക് എന്നെ ഒന്ന് ആരെല്ലാം ഒന്ന് വെളിയിലോട്ട് വലിച്ചിട്ടിട്ട്, ആരും ഇല്ലാത്തടത്തോട്ട് ഒന്ന് വലിച്ചിട്ടിട്ട് ഈ 3 വണ്ടി ഒന്ന് സ്പോൺ ചെയ്ത് തരുമോ? നമ്മുടെ ഈ ടീഷർട്ടും പുതിയ വണ്ടിയുടെ പുതിയ ലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഫാന്റം എന്ന് പറഞ്ഞൊരു പയ്യനാണേ. പയ്യൻ അതെല്ലാം ഫോണിലാണ് ചെയ്തേക്കുന്നത്. ഫോണിലോ? സംസാരിച്ചോണ്ടിരിക്കടാ. ഫോണിലോ? അണ്ണൻ വലിക്കാൻ അവനെ പൊന്നനോടൊന്ന് വലിച്ചേ. നമ്മുടെ ലിവറി ടീഷർട്ടും ഒക്കെ ചെയ്ത ഫോണിലാണോ? ഹലോ. വണ്ടിയുടെയും എല്ലാം ലിവർ ചെയ്തിരിക്കുന്ന പയ്യൻ ഫോണിലാണ് ചെയ്തത്. ഫാന്റം എന്നാണ് പേര്. ഫോണിലോ ഇത്? ഫോണിലാണ് ചെയ്തേക്കുന്ന അഡ്രസ് അല്ല. അവനെ ഒന്ന് ഡിസ്കോഡിൽ കൊണ്ടുവരുവോ? അവൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഡിസ്കോഡിൽ കൊണ്ടുവന്നാൽ മതി. എനിക്ക് വെതർ ഒന്ന് പകലാക്കിട്ടെ. വെതർ ഒന്ന് പകലാക്കിട്ട് കുറച്ചുകൂടെ ഇതാക്കിട്ട് ഒന്ന് പകലാക്കി തരുമോ? ഞാൻ എന്നിട്ട് എന്റെ ഇതൊന്നും കുറച്ചോട്ടെ. ഒരു മിനിറ്റ്. ഹലോ. കണ്ണടിച്ചല്ലോ. താങ്ക് യു. സ്പോണാക്കട്ടെ. ഹലോ. സ്പോൺ ആക്കി. വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാളെ സിറ്റി ഫിക്സ് ആവേ. ഓക്കെ. എല്ലാം നാളത്തേക്ക് സെറ്റ് ചെയ്യിക്കാം. ഓക്കെ. എന്റെ അകത്ത് കളർ നോക്കണം കേട്ടോ. എന്റെ അത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ. എന്റെ ഈ ഇതിട്ടേക്കുന്നുണ്ട്. ഈ ബ്ലാക്കിന് വരെ എന്റെ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത്. മറ്റേതൂടെ ഒന്ന് സ്പോൺ ചെയ്തേ. നോർമൽ GTA ഗ്രാഫിക്സ് ഇടാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഇത് ഇടുമ്പോ എന്തോ പോലെ ഇത് ഈ ഒരു ഇതിന് എന്തോ റിഫ്ലക്ഷൻ ഭയങ്കര ഇത് കൂടുതലാ. ഇതാണ് അതിന്റെ ലിഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ. ഇതാണ് എന്റെ അകത്തുള്ള കളർ. നിങ്ങൾ നോക്കേണ്ട ബ്രൈറ്റ്നസിന്റെ ആണ്. ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ബ്രൈറ്റ്നസ് 0.5 ആക്കിയാലും
കാര്യം സ്പീക്കർ അടിക്കേ. ഇല്ലടാ, അത് ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാ. ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാ. ഞാൻ വണ്ടിക്കകത്താ കാറോടെ വലിച്ചളവാ 28 ID. കണ്ടോ, ഇതിപ്പോ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഓക്കെ എടാ വണ്ടി എടുത്തിട്ട് പോലെടാ, ഞാൻ കാണിച്ചോട്ടാ എല്ലാരെയും ഒന്ന്. എടാ ഇങ്ങനെ ചെയ്യലടാ, ഒന്ന് വണ്ടി എടുത്ത് പോലെടാ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഒരു വണ്ടിയുടെ ഉണ്ടല്ലോ, അതോടെ കണ്ട കൈസ്. എന്റെ ഇത് എങ്ങനെ ഓഫ് ചെയ്യുന്ന കൈസ്? ഓക്കെ, എടാ ഇത് കാണാനൊട്ട് ഇതിനകത്ത് കളർ ഭയങ്കര ശോകോടാ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തോ കളറായിട്ടാ കാണിക്കണ ഈ വണ്ടി. നമ്മുടെ വണ്ടിയുടെ കളറായിട്ടല്ല കാണിക്കണേ. നോക്കണ്ട, ഈ 2 വണ്ടികൾ ഞാൻ ലീവ് അടിച്ചു കളയാം. മറ്റേ 2 വണ്ടികളാണ് ഒറിജിനൽ. ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിരിക്കുന്ന ടോമിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള വാറുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നോക്കാം. ഇത് എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് തോന്നുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് POV കണ്ടു നോക്കണേ. എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് കാണുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തടാ. ഇത് കൊള്ളൂല, എനിക്കത് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളൂല. ആൻഡ് ഇതാണ് മെക്ക. മെക്ക ഈസ് എ ബീസ്റ്റ്. ഇതിന് ഷെയ്ഡിങ് കുറച്ച് ഈ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് മോഡിന് ഷെയ്ഡിങ് കുറച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇതെന്താടാ ഈ ഓടിപ്പോണേ? അപ്പൊ ഹാൻഡ്ലിംഗ് ഷെൽബി അല്ലേ? അല്ല, പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ആണോ? എന്റെ പേര് പറയുന്നത് ഇല്ലല്ല പറയുന്നില്ല. ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് അധികമായി പോയി, ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി കേട്ടാ. ഹാൻഡിങ് നല്ല രസമുണ്ടാ, നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ, കിട്ടില്ല. ഓടിച്ചോക്കണേ എടാ. ആ ഷിന്നൊന്ന് വാസം കൊടുക്കോ? ആ ഷിന്നും തന്നെടാ, എനിക്ക് തന്നെ ഷിന്നും തന്നെ. അതിന്റെ ഹാൻഡ്ലിംഗ് ഒന്ന് നോക്കിയാണ്, ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ഭയങ്കര അടിപൊളിയാണ്. ഓഫ് റോഡൊക്കെ ഒന്ന് നല്ല സ്ലോയിൽ ഓടിച്ചു നോക്കണേ. വന്ന് കേറല്ലേ? അയ്യോ ഹാൻഡ്ലിംഗ് നല്ലൊരു ഭയങ്കര അത്യാവശ്യം റിയലിസ്റ്റിക്. എനിക്ക് ഇവനെ ഒരു അപ്പി മോഡ് ഇട്ട് തന്നിട്ടേ ഇതിന്റെ കളറൊക്കെ ചമ്മന്തി പോലെയായി. എനിക്ക് ഇതിനെക്കാട്ടിലും ഡിഫോൾട്ട് ആണ് നല്ല. ഞാൻ ഉള്ളാരും പറയില്ല, എന്റെ POV നോക്കിയിട്ട് എന്റെ POV നോക്കുമ്പോ എനിക്ക് ഡിഫോൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കാണുന്നു. സത്യം. എടാ നിന്റെ POV ഒന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഈ വണ്ടിയുടെ കളർ ഒന്ന്. ഈ വണ്ടിയുടെ കളർ അവൻ സ്ട്രീം ചെയ്ത് തരും. അവന്റെ ഒരു അപ്പി മോഡ് വണ്ടിയുടെ ഒക്കെ കളറേ മാറിപ്പോയി. ഇതാ OG. ഇതാണ് വണ്ടിയുടെ കളറും വണ്ടിയുടെ ലുക്കും. അയ്യോ, അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പെട്ട പാട്. ഇതാണ് വണ്ടിയുടെ കളറ്. അതെ, ലിവർ ഇതല്ല കേട്ടോ, ലിവർ ഞാൻ നാളെ മാറ്റി കേട്ടോ. ലിവറി വേറെയാണ്, ലിവറി വേറെയാണ്. എടാ മറ്റേ മെക്കയും കൂടെ കാണിച്ചു കൊടുത്തടാ.
പിന്നെ മറ്റേ 4x4 എന്തോ ഒരു കേറുന്നതിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അതും കൂടെ നാളെ സെറ്റായി. അതും കൂടെ കയറ്റി സിറ്റി വരുമ്പോഴത്തേക്കും എല്ലാം ഫിക്സ് ആയിരിക്കും. ഡീറ്റെയിലിംഗ് ആണ് ഞാൻ നോക്കണേ. നീ മെക്കിന്ന് കാണിച്ചെടുത്തല്ലേ? മെക്കിന്ന് കാണിച്ചെടുത്തേ. ഞാൻ വണ്ടി ഡീറ്റെയിലിംഗ് ഞാൻ ഡീറ്റെയിലിംഗ് കാണിച്ചു നോക്കട്ടെ അവർക്ക്. ഡീറ്റെയിലിംഗ് കണ്ട വണ്ടിയുടെ ആടാ ഞാൻ പുറത്താ ഇതണ്ടാ. വെയിറ്റ് ഞാൻ FIP കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം. വെയിറ്റ് 400 കോടി ബാങ്കില്. ഇല്ല ഇതിനകത്തല്ല, മറ്റേനകത്താണ് FIP-ല്. മെക്കലാണല്ലോ. മെക്കലാണ്. എടാ മെക്കുന്നുണ്ടെന്ന്. കാരണം ഈ വണ്ടി ഓൾറെഡി നല്ല സൈസ് ഉണ്ട് ബോഡിക്ക്. വരാവോ ഇങ്ങോട്ട്? സെറ്റാണ് മറ്റേ സെറ്റാണ്. ഇപ്പൊ അങ്ങോട്ട് പോയി മെക്കൊന്ന് വരാവോടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഞാൻ എന്റെ പിങ്ങിലോട്ട് ആ ബാക്കിലുള്ള മെക്ക. നേരെ വാ. കത്താനടാ ഓടിക്കുന്നത്. എടാ ഹലോ എടാ ഞാൻ ഇവിടെ നിക്കുന്നുണ്ടടാ. ഈ പിങ് ഉണ്ടടാ. അതായത് 847 കൊണ്ടുവരാവോ മെക്ക ഉള്ള ഒരാള്? ആ നേരെ ഒലയാടി മോനെ. ഈ കുണ്ണകള് ഇതാണ് ഇതിന്റെ കളറ്, മനസ്സിലായ? ഗ്രില്ല് കണ്ടാ നീ? ഇത് ഉണ്ടാക്കിയതൊക്കെ പറയുമ്പല്ലേ ആലോചിച്ച്. എടാ വാ, പുള്ളിയെ വിളിച്ചേ. ഹലോ നിക്കുന്നുണ്ട് ഇവിടെ. കേൾക്കുന്നുണ്ടോ? ഹലോ ആ കേക്കുന്നുണ്ട്. വണ്ടി നിർത്തണം അമ്മായി.